Hi guys, and welcome back to another vlog from YouTube video from Helen Elizabeth Phillip. Okay guys, ഇന്നത്തെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള എൻ്റെ പ്രയത്നം ചെറുതൊന്നുമല്ല. ഓക്കെ, കാരണം ഞാൻ പറയാം എന്തൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ടെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ വീഡിയോ എടുക്കാം, സെക്കൻഡ് പാർട്ട് പെർഫ്യൂംസിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ വീഡിയോ എടുക്കാം. ദിസ് ഇസ് ഓൾ ദ പെർഫ്യൂംസ് ഐ എം ഗോണ ഷോ യു ഗൈസ് ടുഡേ. ഇത് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടേ ഇല്ലാത്ത പെർഫ്യൂംസാണ്. ഇത് കൂടാതെ കുറച്ചും കൂടെ പെർഫ്യൂംസ് എനിക്കുണ്ട്. പിന്നെ ഈ ഇൻറ്റയർ റോ ബാത്ത് ആൻഡ് ബോഡി വർക്കിലോട്ട് നമ്മൾ കയറിയിട്ടേ ഇല്ല. ഇത് വെറും EDP ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഊത പെർഫ്യൂം മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്നത്തെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഐ വാസ് ലൈക്ക് ഓക്കെ, വീഡിയോ ഒക്കെ എടുക്കാം. ജോലിയിൽ നിന്ന് തിരിച്ചെത്തി, ഞാനിപ്പോൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നേ ഉള്ളൂ. ഇന്നിനി നൈറ്റ് ഡ്യൂട്ടിയേ ഉള്ളൂ. സോ ഐ ഹാവ് 16 hours. സോ ഐം ലൈക്ക് ഓക്കെ, ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് കിടക്കാം. പിന്നെ എനിക്ക് വീട്ടിൽ പോകണം വൈകുന്നേരം, പക്ഷെ അത് കുഴപ്പമില്ല, സമയമുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് ഐ വാസ് ലൈക്ക് ഓക്കെ വിൽ ഡു ദിസ് ഓക്കെ. അങ്ങനെ ഞാൻ വന്നു. അയ്യോ, ഞാൻ എയർപോർട്ട് വെച്ചില്ല. നിങ്ങൾക്ക് മര്യാദയ്ക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ വീഡിയോ ഒക്കെ? ഞാൻ എയർപോർട്ട് വെച്ചിട്ട് എടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം ബെറ്റർ ആയിട്ട്. ഇപ്പോൾ കുറച്ചും കൂടെ വീഡിയോയുടെ ഓഡിയോ സെറ്റ് ആയില്ലേ? എയർപോർട്ട് വെച്ചു, ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചു ഓക്കെ വാനിറ്റി വന്നിട്ട് എടുക്കാം. അതല്ല, സോഫ ഇരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നിങ്ങൾക്ക് കാണാൻ ആസ്തറ്റിക് ആയിട്ടും എടുത്ത് പറയാനൊക്കെ സുഖമൊക്കെ ആണെങ്കിൽ വാനിറ്റി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ വാനിറ്റി വന്നിട്ട് പറയാം. അപ്പം ഞാൻ വാനിറ്റിയിലോട്ട് പെർഫ്യൂം എല്ലാം എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഇരുന്നു. അപ്പം ബൾബ് വർക്ക് ചെയ്യുന്നില്ല, ലൈക്ക് റൂമിൻ്റെ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, എന്നാൽ പിന്നെ ബൾബ് മാറ്റാം, കുഴപ്പമില്ല. ബൾബില്ല. വീട് മുഴുവൻ തപ്പിയിട്ട് ഞാൻ മേടിച്ച ബൾബ് കാണുന്നില്ല. ഇനി അഥവാ ഞാൻ മേടിച്ചിട്ട് തീർന്നു പോയതാണോ എന്ന് അറിയത്തില്ല, ബൾബില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇൻസ്റ്റക്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യാം. അങ്ങനെ ഇൻസ്റ്റക്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തു. ഇൻസ്റ്റക്കാർട്ട് എനിക്ക് ഒരു പാക്കറ്റ് ബൾബ് ഡെലിവർ ചെയ്തു. അപ്പം ഞാൻ ഈ ബൾബെല്ലാം എടുത്തിട്ട് ബെഡിൻ്റെ പൊക്കത്തൊക്കെ കയറിയാലേ ഉള്ളൂ എനിക്ക് ബൾബ് മാറ്റാൻ പറ്റുള്ളൂ. എനിക്ക് ഭയങ്കര പൊക്കം കുറവാണ്. എന്നിട്ടും കഷ്ടി ഞാനങ്ങനെ തോങ്ങി പിടിച്ച് ബൾബ് മാറ്റിക്കൊണ്ടിരിക്കുക. ബൾബ് മാറ്റാൻ പഴയ ബൾബ് ഊരണമല്ലോ. പഴയ ബൾബ് ഊരാൻ വേണ്ടി ഊരാൻ വേണ്ടി വന്നപ്പോഴത്തേനും ആ ബൾബ് കത്തി. അതായത് ഒരു ലൂസ് കണക്ഷൻ്റെ പ്രശ്നമാണ്, അല്ലാതെ ബൾബിന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ബൾബെല്ലാം മേടിച്ചതെല്ലാം വേസ്റ്റ്. ഇത്ര എൻ്റെ സമയവും വേസ്റ്റ്. വെറുതെ അത് തിരിച്ച് നോക്കിയായിരുന്നെങ്കിൽ ചിലപ്പോൾ സെറ്റ് ആയേനെ. സോ ഐ വാസ് ലൈക്ക് ഓക്കെ വാട്ട് എവർ, ഓക്കെ എന്നാൽ വീഡിയോ ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ വന്നിരുന്ന് കഴിഞ്ഞിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്തൊരു 1 ക്ലിപ്പൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവുന്ന ഭയങ്കര ചൂട്. കാരണം ഞാനൊരു ഹുഡി ഇട്ടിട്ടായിരുന്നത്, ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഒരു അഡീഡാസിൻ്റെ ഹുഡിയൊക്കെ എടുത്തിട്ടു. പക്ഷേ അതിൻ്റെ ഒരു കാര്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ പോയി എടുത്ത് കുറച്ചുകൂടെ ലൂസായിട്ടുള്ള ബ്രീതബിൾ ആയിട്ടുള്ള ഒരു ഉടുപ്പൊക്കെ എടുത്തിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. So anyway, for the people who haven't watched my last video, this is the part 2 of my last video. ഞാൻ കഴിഞ്ഞ തവണ ഒരു 4-5 days ago ഒരു വീഡിയോ ഇട്ടിരുന്നു. മൈ പെർഫ്യൂം കളക്ഷൻ ഫേവറേറ്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഏകദേശം 7 ലക്ഷം മതിക്കുന്ന കളക്ഷൻ ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ അല്ല, 7 ലക്ഷം മതിക്കുന്ന കളക്ഷൻ അല്ല എൻ്റെ. മൈ കളക്ഷൻ ഇസ് വർത്ത് മോർ ദാൻ 10 lakhs, maybe 10-12 lakhs ഒക്കെ ഉണ്ടായിരിക്കും. ഞാനൊരു റഫ് എസ്റ്റിമേറ്റ് എടുത്തിട്ട് തന്നെ ഇറ്റ് വാസ് ഗോയിങ് ബിയോണ്ട് 10 lakhs ആൻഡ് ദാറ്റ്സ് നോട്ട് ഇൻക്ലൂഡിങ് ഓൾ മൈ പെർഫ്യൂംസ്. ആ ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെ പറഞ്ഞ് എനിക്കങ്ങനെ ബ്രാഗ് ചെയ്തിട്ട് ഒരു വീഡിയോ കാണിക്കണമെന്നില്ലായിരുന്നു. ബട്ട് ദെൻ ഐ റിയലൈസ്ഡ് യു ഗൈസ് വിൽ തിങ്ക് ഐ എം ബ്രാഗിങ് എന്തായാലും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കാരണം ആൾക്കാർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് DM ചെയ്യാൻ തുടങ്ങി. ചേച്ചി അത് കണക്ക് ശരിയല്ലല്ലോ, ഫേവറേറ്റ്സ് മാത്രം കാണിച്ചിട്ട് ഇത്രയാണെങ്കിൽ ഹൗ ഡസ് യുവർ പെർഫ്യൂം കളക്ഷൻ ലീഡ് ടു 7 lakhs എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ അതിലും കൂടുതലുണ്ട്. ഞാൻ മര്യാദയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്തല്ല പറഞ്ഞത്. സോ ദിസ് ടൈം ദിസ് ഇസ് ദ റെസ്റ്റ് ഓഫ് മൈ പെർഫ്യൂംസ്, നോട്ട് ഇൻക്ലൂഡിങ് ബോഡി മിസ്റ്റ്സ് ആൻഡ് ദ റെസ്റ്റ് ഓഫ് സം ലൈക്ക് പെർഫ്യൂം ഡൂപ്സ് ആൻഡ് ഓൾ. ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ദിസ് ഇസ് ജസ്റ്റ് അനദർ സെക്ഷൻ ഓഫ് മൈ I have some favorites in here and then some perfumes that I'm not that big of a fan of, but I have. See, I've realized ഞാനൊരു വീഡിയോ ഉണ്ടാക്കുമ്പം അതിനകത്ത് എൻ്റെ ഇന്ത്യൻ ഇംഗ്ലീഷ് ഞാൻ ഇവിടെ നല്ലാത്ത ഒരാളോട് മിണ്ടുമ്പോൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ്, സംടൈംസ് റാൻഡബ്ലി മൈ അമേരിക്കൻ ഇംഗ്ലീഷ് ആൻഡ് ദെൻ മലയാളവും നല്ല കോട്ടയം മലയാളവും എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേൾക്കുന്നവർക്ക് ഓക്കെ ആണോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഞാൻ വീഡിയോ സംസാരിക്കുന്ന പോലെ തന്നെയാണ് വ്ളോഗിൽ സംസാരിക്കുന്നതെന്ന് എല്ലാവരും എപ്പോഴും പറയും. കാണുന്നവരൊക്കെ പറയും, ഇടി നിനക്കൊരു നാണമില്ലല്ലേ, നീ ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് വീട്ടിൽ മിണ്ടുന്നത് പോലെ തന്നെ എങ്ങനെ മിണ്ടുന്നതെന്ന് പറയും. പക്ഷെ ദിസ് ഇസ് ഹൗ ഐ ആം. സോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ പ്ലീസ് കമൻറ്റ് ഡൗൺ ബിലോ. ഐ ആക്ച്വലി ഡിഡ് എ ക്വസ്റ്റൻ ആൻഡ് ആൻസർ. ഞാൻ ഇംഗ്ലീഷിൽ വ്ളോഗ്സ് ഇടണോ മലയാളത്തിൽ ഇടണോ? കാരണം ചിലവർ മലയാളികളല്ലാത്ത എൻ്റെ ഫോളോവേഴ്സിനെ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചായിരുന്നു ഇംഗ്ലീഷിൽ ഇടണോ. അപ്പോൾ അവർ പറഞ്ഞില്ല മിക്സ് ചെയ്തിട്ടോ, ഇത് തന്നെ നല്ലത്, മിക്സ് ചെയ്തിട്ടോ, മലയാളികളല്ലേ കൂടുതൽ, മലയാളത്തിൽ തന്നെ പറയണം, പക്ഷെ മിക്സ് ചെയ്തോ, കുറച്ച് ഇംഗ്ലീഷും പറഞ്ഞെന്ന് പറഞ്ഞു. സോ ഐ വാസ് ലൈക്ക് ഓക്കെ. Anyway, let's get into it. ഇനി ഓൾറെഡി ഞാൻ വളവള സംസാരിച്ച് തന്നെ 3-4 മിനിറ്റ് കഴിഞ്ഞു. ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ പെർഫ്യൂംസ്. ഞാൻ പോയിട്ട് ആ ഒരു ബ്ലർ പുറകെ ഇത് മാറ്റി. അതാവുമ്പോൾ നിങ്ങൾക്ക് ഓരോ കുപ്പി കാണാൻ പറ്റും, ഡിസ്പ്ലേ കാണാൻ പറ്റും, എണ്ണയും കാണാൻ പറ്റും, എല്ലാം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കാണാൻ പറ്റും. സോ നമുക്ക് ആദ്യമേ ഫസ്റ്റ് പെർഫ്യൂമിൽ നിന്ന് തുടങ്ങാം. ആദ്യം കൈ കിട്ടുന്നത് എടുക്കാം. സോ ദിസ് ഈസ് ഖയാലിയുടെ ദ വെഡിങ് സിൽക്ക് സാന്റാൽ 36.
So this is in a glazed, it's like in a frosted bottle. Nallaru different kind of bottle design aanu. It's very beautiful, it's very classy, and it was very expensive. 50 milliliters of this perfume is $100. ചെറിയ കുപ്പിയിൽ ഇത് വിൽക്കുള്ളൂ, വലിയ കുപ്പിയിൽ ഇത് വിൽക്കുക പോലുമില്ല. This is the maximum size of this perfume, and it is a perfume, and the only perfume that I had to wait to come in stock. ഇത് ലിമിറ്റഡ് എഡിഷൻ ആണ്. സോ ഈ പെർഫ്യൂം വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിപ്പോയി. അപ്പോൾ എനിക്കിത് കിട്ടിയില്ല. അങ്ങനെ ഞാൻ I think 1 year വെയിറ്റ് ചെയ്തു ഇത് തിരിച്ച് സ്റ്റോക്കിൽ വരാൻ. എന്നിട്ട് ഞാൻ വാങ്ങിച്ച പെർഫ്യൂമാണ് Kayali The Wedding Silk Santal 36. ഇതിൻ്റെ മണം ചന്ദനം. Okay, this is chandanam. This is literally, one of the notes in it is chandanam as well, sandalwood. അമേരിക്കൻ ചന്ദനം പോലെ, ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ഇറ്റ്. നാട്ടിലെ ചന്ദനം അല്ല, പക്ഷെ അതേ സെയിം ചന്ദനമാണ്, ചന്ദനം ഒന്നേ ഉള്ളൂ. പക്ഷെ ഒരു അമേരിക്കൻ ചന്ദനം, ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു നാടൻ സ്മെല്ലുമാണ്, പക്ഷെ ഒരു ക്ലാസി ഫോറിൻ നാടൻ സ്മെൽ. That's how I want to explain this. ഇതിൽ പിന്നെ ഫ്രീസിയയുടെ നോട്ട്സ് ഉണ്ട്, ഫ്രീസിയ ദ ഫ്ലവർ അതിൻ്റെ നോട്ട്സ് ഉണ്ട്, പ്രേലിൻ്റെ നോട്ട്സ് ഉണ്ട്, ഷാംപെയിൻ്റെ നോട്ട്സ് ഉണ്ട്. ഞാൻ കുടിക്കാറില്ല, പക്ഷേ ഷാംപെയിൻ്റെ നോട്ട്സ് ഉണ്ട്. അങ്ങനെ കുടിക്കാറില്ല കേട്ടോ, കുടിക്കാറുണ്ട്. അത് വേറൊരു വീഡിയോയിൽ ഞാൻ എൻ്റെ ആൽക്കഹോളിസത്തിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാം. എനിവേ, സോ പൊളിയായിട്ടുള്ളൊരു സെൻറ്റാണ് ഇതിൻ്റെ. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ആ ഒരു ലക്സ്, I think the exclusivity of it is what drew me to this perfume the most. ഇത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ്, എല്ലാ കൺട്രീസിലും കിട്ടില്ല. ചുമ്മാ നമുക്ക് ചാടിപ്പോയി മേടിക്കാൻ പറ്റുന്ന ഒരു പ്രൈസ് അല്ല ഇത്. എപ്പോഴും ഇപ്പോൾ അതില്ല, ഇപ്പോൾ അത് മേടിക്കാൻ നോക്കിയാൽ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഗൂഗിളിൽ നോക്കിയാൽ അത് കിട്ടത്തില്ല, കെയാലിയുടെ സ്റ്റോറിലും അത് കിട്ടത്തില്ല, ഹൂഡ ബ്യൂട്ടിയിൽ റീച്ച് ഔട്ട് ചെയ്താലും കിട്ടത്തില്ല, സെഫോറയിലും കിട്ടത്തില്ല. ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് അവർ റിലീസ് ചെയ്യും, ഇനി റിലീസ് ചെയ്യുമെന്ന് നമുക്ക് അറിയൂല. അങ്ങനെയുള്ളൊരു പെർഫ്യൂം ആയതുകൊണ്ട് ഐ ലവ് ഇറ്റ്, ആൻഡ് ഇറ്റ്സ് എ പ്രൈസ്ഡ് പൊസഷൻ ഇൻ മൈ കളക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് ദിസ് ഈസ് Bronze Goddess by Estee Lauder. ഓക്കെ, സോ ഈ പെർഫ്യൂമിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ടെക്സസിൽ പോയപ്പം ഞാനൊരു സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. സോ ഇത് ഞാൻ അങ്ങനെ ആശിച്ച് മോഹിച്ച് പോയി മേടിച്ചൊരു പെർഫ്യൂം അല്ല, കടയിൽ വെച്ച് മണത്തു, ഇഷ്ടപ്പെട്ടു, വാങ്ങിയെടുത്തു. അപ്പം ഇതിൻ്റെ പ്രൈസ് എത്രയാണ്? ഇതിൻ്റെ പ്രൈസ് എനിക്കറിയത്തില്ല. ഇതിൻ്റെ പ്രൈസ് ഐ തിങ്ക് അറൗണ്ട് 100. Is it around 100? എനിക്കറിയാൻ പറ്റില്ല. Oh yeah, it's like $84, which is not around $100 ആണ് ഇതിൻ്റെ പ്രൈസ്. ഇറ്റ്സ് നോട്ട് സൂപ്പർ എക്സ്പെൻസീവ്, കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടുള്ള പെർഫ്യൂംസിലൊന്നാണ്. ഇതിൽ എനിക്ക് തേങ്ങ കിട്ടുന്നുണ്ട് നല്ലോണം. കോക്കനട്ടിൻ്റെ ഫ്രേഗ്രൻസ് എനിക്ക് നല്ലോണം കിട്ടുന്ന ഒരു പെർഫ്യൂമാണ്. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് പെർഫ്യൂം ടു വെയർ അറൗണ്ട് ദ ഹൗസ്. ഞാൻ ഓഫായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ ഹോസ്റ്റ് ചെയ്യുവാണെങ്കിൽ അങ്ങനെയൊക്കെ വീട്ടിൽ ഇരിക്കുമ്പോഴത്തേനും ഞാൻ അടിക്കാറുള്ളൊരു പെർഫ്യൂമാണ്. ഞാനങ്ങനെ പുറത്ത് പോകുമ്പോൾ ഞാൻ ഈ പെർഫ്യൂം അങ്ങനെ അടിച്ചിട്ടില്ല, ബിക്കോസ് ഐ ഹാവ് എ ലോട്ട് ഓഫ് ബെറ്റർ പെർഫ്യൂംസ്. ഡസൻറ്റ് മീൻ ദിസ് പെർഫ്യൂം ഇസ് നോട്ട് ഗുഡ്. It's a good price range, and it's a good perfume, and you get a good quantity. Like there's a lot. I think there's 100 milliliters later. Yeah, it's 100 milliliters in the perfume. You get for under $100. So I think that's a really good steal. Yeah, എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന നോട്ട് കോക്കനട്ട് ആണ് കേട്ടോ. കോക്കനട്ട് ഒക്കെ ഉള്ള നല്ലൊരു ഫ്രൂട്ടി ട്രോപ്പിക്കൽ കൈൻഡ് ഓഫ് ഒരു സെന്റ് ആണിത്. ഐ തിങ്ക് ഓൾസോ ഫോർ ബീച്ച് വെക്കേഷൻ ഒക്കെ ഇത് നല്ലൊരു മണമായിരിക്കും. നമ്മളൊട്ടും ബീച്ചിൻ്റെ അടുത്തല്ലല്ലോ താമസിക്കുന്നത്, ഇവിടെ ഉള്ള മഞ്ഞും ഒക്കെ ആയതുകൊണ്ട് ബീച്ചിലൊന്നും പോകാത്തതുകൊണ്ടായിരിക്കും ഞാനിത് പുറത്തോട്ട് അടിച്ചിട്ടുണ്ട്. പക്ഷേ I think this is a summer beachy vacation kind of perfume, Bronze Goddess. Yeah, for people who like coconut based fragrances, I think you would love Bronze Goddess. So next item we can look at, this is one of the only few perfumes that I've been sent as a brand collab. So ഇത് ചുമ്മാ ഉള്ള ഏതെങ്കിലും ബ്രാൻഡിന് ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഈ ബ്രാൻഡ് കൊളാബായിട്ട് അവരെനിക്ക് വെറുതെ അയച്ചു തന്നതാണ് PR ആയിട്ട്. അല്ലാതെ എന്നോട് പറഞ്ഞിട്ടില്ല ഇതിന് പേരിലൊരു വീഡിയോ ഉണ്ടാക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇതെനിക്ക് കിട്ടിയതായിട്ട് 2021 എങ്ങാണ്ടാണ് ഇത് റിലീസ് ചെയ്തപ്പം, 2020 or 2021 or maybe 22. ദിസ് ഇസ് ക്ലീൻ റിസർവിൻ്റെ റേഡിയൻറ്റ് നെക്ടർ എന്ന് പറഞ്ഞ പെർഫ്യൂമാണ്. വെരി എന്താ പറയുക, നേച്ചേഴ്സ് കൈൻഡ് ഓഫ് ബോട്ടിലാണ്. വലിയ ഷോ ഒന്നുമില്ല, പക്ഷേ ഇതിൻ്റെ മണം
ലൈക്ക് എനിക്ക് കാരണം ഈ സമയത്ത് ഇത് PR ആയിട്ട് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു. എനിക്ക് PR ഒക്കെ കിട്ടുന്നു, ഞാൻ അത്രയൊക്കെ ഒരു ആളൊക്കെ ആയോ. അപ്പം അങ്ങനെ ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നുകൊണ്ട് ഞാൻ എപ്പോഴും അടിക്കുമായിരുന്നു ആ ഒരു സമയത്ത് ഈ ഒരു പെർഫ്യൂം. അപ്പോൾ എനിക്ക് ആ ഒരു കാലഘട്ടം ഓർമ്മ വരുന്നു. ഞാൻ 6 പഠിക്കുന്ന സമയം. അപ്പോൾ ആ സമയത്ത് ഞാൻ അടിച്ച പെർഫ്യൂം ലൈക്ക് സോ സ്വീറ്റ് ആണ്. ലിറ്ററലി ഇത് പേര് പോലെ തന്നെ, റേഡിയൻ നെക്ടർ എന്നുള്ള പേര് പോലെ തന്നെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഇതിപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇതിപ്പം ഗൂഗിൾ ചെയ്താലും മേടിക്കാൻ പറ്റുമോ, എവിടെയെങ്കിലും അവൈലബിൾ ആണോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഐ നോ Clean Reserve still sells perfumes, but I don't know if they still sell this perfume. But it's definitely the sweetest perfume I have. ഏറ്റവും സ്വീറ്റ് സ്മെല്ലുള്ളത് ഈ പെർഫ്യൂമിനാണ്. So yeah, that's this perfume of mine. So that perfume is $110 retail price. സെയിലൊക്കെ കിട്ടും, സെയിലൊക്കെ വരാറുള്ള ബ്രാൻഡാണ്. റീറ്റെയിൽ പ്രൈസ് $110 ആയിരുന്നു. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾക്ക് വരുന്നത് വെരി ഫേമസ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. സോ ദിസ് ഈസ് ബ്ലാക്ക് ഓപ്പിയം ബൈ YSL. സോ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഐ തിങ്ക് ഫ്രേഗ്രൻസ് ലവേഴ്സ് ആയിട്ടുള്ള എല്ലാവരുടെയും കയ്യിൽ ഈ പെർഫ്യൂം ഉണ്ട് താനും. ഭയങ്കര അത്യാവശ്യം നോൺ ആയിട്ടുള്ള, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സെൻറ്റാണ്. സോ ഇറ്റ് വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് ബ്രാൻഡ് നെയിം പെർഫ്യൂംസ് ദാറ്റ് ഐ ബോട്ട് വാസ് Black Opium by YSL. It's such a good smell. Like എനിക്കിത് ഓർമ്മ വരുന്നതിൻ്റെ കാരണം ഈ ഒരു പെർഫ്യൂം മേടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ സിറ്റിയിൽ പോയായിരുന്നു എൻ്റെ ഫ്രണ്ട്സുമായിട്ട്. സോ ഇറ്റ് വാസ് ആൻ അൺഫർഗറ്റബിൾ നൈറ്റ്. നല്ല രസമുള്ളൊരു നൈറ്റ് ആയിരുന്നു. ഒരാൾ ഓഫായി പോയി. അങ്ങനത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു നൈറ്റ് ആയിരുന്നു. സോ എനിക്ക് കാരണം എത്ര വർഷം മുമ്പ് നടന്ന നൈറ്റാണ്, പക്ഷേ ഇത് മണത്തപ്പോൾ എനിക്ക് ഉടനെ അത് ഓർമ്മ വന്നു. അപ്പം അതാണ് ലൈക്ക് സെൻസ് ഹോൾഡ് മെമ്മറീസ് ആൻഡ് ഇറ്റ്സ് ക്രേസി. ബട്ട് ഇതും എനിക്ക് ഇതിൻ്റെ മുതിർന്ന ചേട്ടനായിട്ടുള്ള YSL ബ്ലാക്ക് ഓപ്പിയം ഇടിഞ്ഞു പറഞ്ഞ് വീഴൂ YSL ബ്ലാക്ക് ഓപ്പിയം ഇൻറ്റൻസും എനിക്കുണ്ട്. I have both versions. I have the regular and I have the intense. Intense just is stronger but pretty much the same. രണ്ടിനും സെയിം നോട്ട്സ് ആൻഡ് തിങ്സ് ആണ്. ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആണെന്നേ ഉള്ളൂ. കുറച്ചുകൂടെ ഒരു it hits you in the face. It's not like a mild, perfume. It's like perfume അടിച്ചിട്ടുണ്ട്. It's not like നല്ല മണമാണല്ലോ. It's like അവൾ എന്തോ അടിച്ചിട്ടുണ്ട്. Like ആ ഒരു വ്യത്യാസം ആണ് രണ്ടും തമ്മിലുള്ളത്. സോ ഞാൻ എന്തായാലും ഐ എം ഓൾവേസ് ഓൺ ദ ഇൻറ്റൻസ് സൈഡ്. എനിക്ക് എല്ലാത്തിൻ്റെ ഇൻറ്റൻസ് ആണ് ഞാൻ കൂടുതൽ മേടിക്കാറുള്ളത്. ഞാൻ പെർഫ്യൂം അടിച്ചിട്ടുണ്ടെന്ന് എല്ലാവരും അറിയണം. അങ്ങനെ ഞാൻ നല്ലോണം അടിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. സോ എന്തായാലും നല്ല സെൻസാണ്. നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനാണെങ്കിലും കളക്ഷനിലോട്ട് സ്റ്റേപ്പിൾ ആയിട്ട് മേടിക്കാനാണെങ്കിലും YSL ബ്ലാക്ക് ഓപ്പിയം is definitely one of the ones you should have in your collection. പിന്നെ നമുക്ക് ഏത് പെർഫ്യൂം ഉള്ളത്? These are some of my favorites. Giorgio Armani is one of my favorite perfume brands overall, and perfume brands, no doubt about it, because I had a favorite perfume. It is Acqua di Gio Absolute by Armani. സോ അത് ആണുങ്ങളുടെ കൊളോണാണ്. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഞാനത് എനിക്കറിയാവുന്ന ഒരാൾക്ക് കൊടുത്തു. അവർക്കത് നല്ലതാണെന്ന് തോന്നി. ഞാൻ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ ഞാൻ എടുത്തോളാൻ പറഞ്ഞു. I should not have given it because now it's discontinued. It's harder to get. So you can still get it, but it's overpriced. It's discontinued. There's different versions of it that they released after that, but ആ സെയിം പിന്നെ അവർ റിലീസ് ചെയ്തിട്ടില്ല. സോ അത് പോയി കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിക്കുന്നത്. സോ എനിക്കറിയത്തില്ലായിരുന്നു. I thought I could just buy another one, but സോ അതിൻ്റെ സ്മരണയിൽ ഞാൻ പിന്നീട് മേടിച്ചൊരു അർമാനി പെർഫ്യൂമാണിത്. ആൻഡ് ഇറ്റ്സ് അമേസിങ്. ദിസ് ഇസ് C by Armani. Like it's a safe scent. Like ക്ലാസി ആയിട്ടുള്ള, വളരെ സേഫ് ആയിട്ടുള്ള, ആർക്കും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സെൻറ്റാണ്. 100%. ആൻഡ് ഇറ്റ്സ് $165 retail price. You can probably look around and catch it on sale. But ഒരു കുഴപ്പമില്ലാത്തൊരു പ്രൈസാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ദിസ് ഇസ് 100 ml ആൻഡ് ഇറ്റ് സ്മെൽസ് അമേസിങ്. നമുക്ക് എവിടെ വേണമെങ്കിലും പോവുകയാണെങ്കിലോ, ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിലോ, എവിടെ വേണമെങ്കിലും പോവുകയാണെങ്കിലോ നല്ല, ആക്ച്വലി എനിക്കിതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ നാളായിട്ട് ഇത് യൂസ് ചെയ്തിട്ട്. സോ ഐ തിങ്ക് ഞാനൊന്ന് അടിച്ചേക്കാം. എന്തായാലും ഇരിക്കുമല്ലേ. നല്ല മണമാണ്, നല്ലൊരു മണം കേട്ടോ. ഞാൻ എന്താണ് ഇതിനെയൊക്കെ എൻ്റെ ഫേവറേറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാഞ്ഞ്? എനിക്കൊന്ന് ഞാൻ അടിച്ചിട്ട് ഒരു എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീയുടെ മണം എനിക്കിപ്പം. നല്ല മണം. I smell so expensive right now.
and it's not even that expensive, but it smells so expensive. ഈ ഒരു പെർഫ്യൂം ഞാൻ അടിച്ചിട്ട് കുറേ നാളായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ഇതിനെയൊക്കെ എൻ്റെ ഫേവറേറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ. പിന്നെ ഞാൻ ബോട്ടിലിൻ്റെ ലുക്ക് നോക്കിയിട്ടും ഫേവറേറ്റ്സ് പിക്ക് ചെയ്യുന്ന ആളാണ്. ഈ ബോട്ടിലിന് എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബോട്ടിലല്ല. ഇറ്റ്സ് ലൈക്ക് എ മിഡ് ബോട്ടിൽ ഡിസൈൻ, വലിയൊരു ഭയങ്കര സംഭവമായിട്ടുള്ള ബോട്ടിൽ ഡിസൈൻ അല്ല. ബട്ട് ദ ഫ്രേഗ്രൻസ് ഇൻസൈഡ് ഇറ്റ് ഈസ് അമേസിങ്. ലൈക്ക് ഐ സെഡ്, Armani is king. Armani always comes out with the best. I think Armani is one of the best, even though ഞാൻ നീഷിൻ്റെ ഒരാളാണെങ്കിലും niche perfumes ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടമെങ്കിലും Armani is definitely a designer brand that I can trust with any perfume. മറ്റേ ഫോണിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വരുന്നത് എനിക്ക് കലിയാ, ലൈക്ക് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ. സോ ഞാനത് സൈലൻറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പോയതാ. And this is also Sea Passion by Giorgio Armani. And ഇത് is like the sexy, sophisticated elder sister of that. ഇതും ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഇതിൻ്റെ മിനിയും എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിൽ കുറേ മിനി ഉണ്ട് കേട്ടോ, പക്ഷേ ഇത് എടുത്തു വെച്ചതിൻ്റെ കൂടെ ഇതിനെ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇതാകുമ്പോൾ എനിക്ക് ബാഗിലിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഇതാകുമ്പോൾ വീട്ടിലും അടിക്കാം. നല്ലൊരു പെർഫ്യൂമാണ്. സെയിം തിങ്, ഇതിൻ്റെ പാക്കേജിങ് ഐ എം നോട്ട് എ ഹ്യൂജ് ഫാൻ ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് നോട്ട് സോ ആസ്തെറ്റിക് ടു മീ, ബട്ട് എന്നാലും പൊള്ളിയായിട്ടുള്ളൊരു പെർഫ്യൂമാണ്. ഇറ്റ്സ് ലൈക്ക് എ cult favorite. It's a very safe perfume, like anyone can get it for anyone. I don't know why more people don't wear the Sea Armani perfumes. അധികം പേര് അറിഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. മേ ബി ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും. ഇത് ഞാൻ പിന്നെ കണ്ടിട്ടുണ്ട്, മറ്റേതിന് ഞാൻ അധികം കണ്ടിട്ടില്ല. ബട്ട് ലൈക്ക് അടിച്ചൊന്നുകൂടെ ഓർത്തപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് എത്ര നല്ല പെർഫ്യൂംസാണ്. ലൈക്ക് ഇതൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അനാവശ്യ പ്രൈസും അല്ല. അറൗണ്ട് $150-160 ഒക്കെയാണ്. And it's an amazing perfume to gift somebody or to have for yourself in your own collection. Yeah, that's Armani Sea. പിന്നെ ഈ ഒരു ടോപ്പ് സെറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും ഇതോടെ കഴിഞ്ഞാൽ. ദിസ് ഈസ് മൈക്കൽ കോഴ്സിൻ്റെ സെക്സി ബ്ലോസം എന്ന് പറഞ്ഞ പെർഫ്യൂമാണ്. അതിൻ്റെ ഒരു ചെറുതാണ്. എനിക്ക് ഇത് 50 ml ആണെന്ന് തോന്നുന്നു, അല്ലേ? നോ, ഇറ്റ്സ് 30 ml. ഒരു കുട്ടി, അത്രയും കുട്ടി അല്ലെങ്കിലും ഒരു കുട്ടി പെർഫ്യൂമാണ് എൻ്റെ. മൈക്കൽ കോഴ്സിൻ്റെ എനിക്ക് 2 പെർഫ്യൂമേ ഉള്ളൂ. അതിൽ 2 ഒന്നാണിത്. ഇത് മമ്മി എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് 2 വർഷം മുമ്പെങ്ങാണ്ട് എനിക്ക് തന്ന ഒരു പെർഫ്യൂമാണ്. അപ്പോൾ മമ്മി ബ്രാൻഡ് കണ്ടാൽ ചാടിയെടുക്കും. മമ്മി ആ പെർഫ്യൂമിൻ്റെ റിവ്യൂ ഒന്നും നോക്കത്തില്ല, ബ്രാൻഡ് കണ്ടാൽ ചാടിയെടുക്കും. പക്ഷെ നല്ല പെർഫ്യൂമാണ് കേട്ടോ, നല്ല പെർഫ്യൂമാണ്. ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്ത പെർഫ്യൂം ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അതിനെ സ്നേഹിക്കും. അത് മണം കൊണ്ടാണോന്ന് എനിക്ക്, അതിൻ്റെ ഒരു മണത്തിൻ്റെ ഇത് കൊണ്ടാണോ എന്നറിയില്ല, അതോ ആരെങ്കിലും തന്നതിൻ്റെ സ്നേഹമുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നല്ലൊരു പെർഫ്യൂമാണ്. വെരി ഫ്ലോറലായിട്ടൊരു പെർഫ്യൂമാണ് കേട്ടോ. നമുക്ക് പൂക്കളൊക്കെ ഇഷ്ടമാണെങ്കിൽ നല്ല ഫ്ലോറൽ ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ്. എനിക്കിഷ്ടം. ചെറുതാണ്, എല്ലാ ബാഗിലും ഇങ്ങനെ വെച്ച് കൊണ്ടുപോകാം. ഞാൻ യൂസും ചെയ്തിട്ടുണ്ട്. ഞാൻ പാതിയായോ ഇല്ല, 1/3 ഞാൻ യൂസ് ചെയ്തൊരു പെർഫ്യൂമാണ്. തീർന്നാൽ ഞാൻ പിന്നെ മേടിക്കുമോ, അത്രയും ഫേവറേറ്റ് അല്ല എൻ്റെ. പക്ഷെ ഇത് ഇഷ്ടമുള്ള ഒരുപാട് പേര് എനിക്കറിയാം, ഒത്തിരി കോംപ്ലിമെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ തീർന്നാൽ ഞാൻ ഒന്നുകൂടെ മേടിക്കില്ലായിരിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പെർഫ്യൂമാണ് കേട്ടോ. ഇതിൻ്റെ വില എത്ര നമുക്ക് നോക്കിയിട്ട് വരാം. ഭയങ്കര വിലയൊന്നും കാണത്തില്ല. മൈക്കൽ കോഴ്സ് സെക്സി ബ്ലോസം പെർഫ്യൂം. ഇത് നിർത്തിപ്പോയെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഇത് നിർത്തിപ്പോയി. ഞാൻ ഓൺലൈൻ നോക്കിയിട്ട് ഇത് കാണുന്നുണ്ട്. ഇതിൻ്റെ വലുതിന് 150 ഒക്കെയാ, അപ്പം ഇതിന് 50 ഒക്കെ ആയിരുന്നായിരിക്കും. ഇറ്റ്സ് എ ഗുഡ് പെർഫ്യൂം. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല പെർഫ്യൂം. നെക്സ്റ്റ് ഈ ഒരു കളക്ഷനിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള, ഇതൊക്കെ ചെരിഞ്ഞു പോണ വെയിറ്റും കൊണ്ട്, ഈ പെർഫ്യൂമാണെന്ന് തോന്നുന്നു. സോ ഇത് ഞാൻ ടിക്ടോക്കിൽ വൈറലായ ഒരു പെർഫ്യൂമാണ്. അപ്പോൾ ആ ടിക്ടോക്കിൽ വൈറലായ കണ്ടിട്ടാണ് ഞാനിത് ചുമ്മാ ഒന്ന് മേടിച്ചേക്കാം എന്ന് വിചാരിച്ച് മേടിച്ചത്. ഇത് ഞാൻ മിക്കപ്പോഴും ജോലിക്ക് കൊണ്ടുപോകുന്ന ഒരു പെർഫ്യൂമാണ്. ഇതിൻ്റെ 2 ഞാൻ ആക്സിഡൻ്റലി ഓർഡർ ചെയ്തുകൊണ്ട് ഒരെണ്ണം എൻ്റെ ഫാമിലി ഫ്രണ്ട് മിന്നുവിന് കൊടുത്ത ഒരു പെർഫ്യൂമാണ്. വെരി ആസ്തറ്റിക് ആണ്, കാണാൻ നല്ല ആസ്തറ്റിക് ആയിട്ടുള്ള പെർഫ്യൂമാണ്. ദിസ് ഈസ് യാറ ബൈ ലറ്റോഫ. സോ ഇത് marshmallows, sweets. It's not floral. It's like marshmallowy, sweet. ഒരു മാർഷ്മെലോയി സ്വീറ്റ് ടീനേജേഴ്സിനൊക്കെ നല്ല ഇഷ്ടപ്പെടും. കോളേജിലൊക്കെ പഠിക്കുന്നവർക്ക് നല്ല ഇഷ്ടപ്പെടും. ഒരു യങ് ഫ്രേഗ്രൻസാണ്, ലൈക്ക് എ യൂത്ത്ഫുൾ ഫ്രേഗ്രൻസ് ആണ് ഇതെനിക്ക്. നല്ല വൈറലായിട്ടൊരു ഫ്രേഗ്രൻസ് ആയിരുന്നു. ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും അല്ലായിരുന്നു. ഐ തിങ്ക് ഇറ്റ് വാസ് ലൈക്ക് $30 and you get a lot for $30. So I take this to work all the time. I have it in my work bag. ഞാനിങ്ങനെ
ചുമ്മാ അടിച്ചിട്ടൊക്കെ നടക്കാൻ കൊള്ളാവുന്നൊരു പെർഫ്യൂമാണ്. ഇറ്റ്സ് നൈസ്. ഇറ്റ്സ് നോട്ട് സൂപ്പർ ലോങ് ലാസ്റ്റിംഗ്. ഇടയ്ക്കിടയ്ക്ക് അടിക്കണം. ഐ തിങ്ക് 3 or 4 hours ഒക്കെ ലാസ്റ്റ് ചെയ്യുള്ളൂ. ബട്ട് ദെൻ ഇറ്റ്സ് നോട്ട് ദാറ്റ് എക്സ്പെൻസീവ് ആസ് വെൽ. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അടിക്കാം. അങ്ങനെ നാട്ടിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല, അറിയത്തില്ല. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. ചിലപ്പം നൈക്കയിലൊക്കെ കിട്ടും, ചിലപ്പോൾ ഇല്ലായിരിക്കും. അപ്പോൾ എന്നെ കൊല്ലരുത്. ബട്ട് ഇറ്റ്സ് എ റിയലി ഗുഡ് പെർഫ്യൂം. ഐ റിയലി ലൈക്ക് ദിസ് വൺ. ഐ ഷുഡ് യൂസ് ഇറ്റ് മോർ ഓഫ്റ്റൻ. ഞാൻ എൻ്റെ പെർഫ്യൂംസ് ഒന്നും അടിക്കുന്നില്ല. ഇതൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, അടിയിലൊന്നും കാണുന്നില്ല. Okay. This is also one of my oldest perfumes. This is Michael Kors in the Wanderlust. Wanderlust by Michael Kors. Note the point, not Wanderlust. താഴെ ആരും Wanderlust ചേച്ചി Wanderlust എന്ന് പറഞ്ഞൊന്നും കമൻറ്റ് ചെയ്തേക്കല്ലേ. This is Wanderlust by Michael Kors. This also brings back a lot of memories. കാരണം നമുക്ക് ഒത്തിരി നാളിത് ഉണ്ടായിരുന്നല്ലോ, അപ്പം ഒത്തിരി അടിച്ചിട്ടുള്ള പെർഫ്യൂമാണിത്. ഇതിൻ്റെ സൂപ്പർ മിനിയാണിത്. കാരണം ഞാനൊരു സ്റ്റോറിൽ പോയിട്ട് കുറേ മേക്കപ്പ് ഐറ്റംസ്, സ്കിൻ കെയർ ഐറ്റംസ് മേടിച്ചപ്പം അവരെനിക്ക് ഫ്രീ സാമ്പിളായിട്ട് തന്ന ഒരു പെർഫ്യൂമാണിത്. സോ ഇറ്റ് വാസ് ഇൻ സൂപ്പർ എക്സ്പെൻസീവ് ആൻഡ് ഓൾ. എനിക്ക്, കാരണം ഞാനല്ലല്ലോ മേടിച്ചത്, എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു പെർഫ്യൂമാണിത്. ആ സ്റ്റോറിലെ ആൾക്കാർ എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. നല്ലൊരു സ്മെല്ലാണ്, ഭയങ്കര വിചിത്രമായിട്ടുള്ളൊരു ഡിഫറെൻറ്റ് സ്മെല്ലാണ്, എങ്ങും കിട്ടാത്ത മണമാണ്. എൻ്റെ ഫേവററ്റ് ആണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ നല്ലൊരു സെൻറ്റാണ്, ബ്രാൻഡഡ് ആണ്. നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ ആണെങ്കിൽ, നല്ല ഫോറിനിൽ നിന്നൊക്കെ ചെല്ലുമ്പോൾ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാനൊക്കെ ആണെങ്കിലുള്ളൊരു നല്ലൊരു സെൻറ്റായിരിക്കും, നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, we're coming to another one of my favorites. So this is Kayali the Wedding Velvet Santal 35. ഇത് മറ്റേ പെർഫ്യൂമിൻ്റെ പെയറാണ്. ഈ പെയറായിട്ട് ഒരു കപ്പിളാണിത്. I think they designed the fragrance. They had it made by Kayali, and this was their wedding fragrances. So he wore this and she wore this, and I bought both. അപ്പം ഇത് ഒരു മെൻസ് പെർഫ്യൂമാണ്. ഇറ്റ്സ് ലൈക്ക് ദ സെയിം തിങ്. ഇറ്റ്സ് ലൈക്ക് ചന്ദനമാണ് അതിൻ്റെ ബേസ് നോട്ട്, പക്ഷെ ഇത് ആണുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ്. ഒരു അറബി ചന്ദനമാണ്. മറ്റേത് കുറച്ചുകൂടി ഒരു നാടൻ പെൺകുട്ടി ചന്ദനമാണെങ്കിൽ ഇത് ഒരു അറബി ഷെയ്ക്ക് ചന്ദനം മണമുള്ളൊരു പെർഫ്യൂമാണ്. ആണുങ്ങൾക്ക് പറ്റിയ ഒരു പെർഫ്യൂം അല്ല, കൊളോണാണ്, സോറി. സോ ദിസ് ഈസ് ഐ തിങ്ക് എ റിയലി ഗുഡ് വൺ ഫോർ മെൻ. ഇതിൽ ചന്ദനം മാത്രമല്ല, ഇതിൽ മുല്ലപ്പൂവിൻ്റെയും കൂടി ഒരു മണമുണ്ട്. സോ മുല്ലപ്പൂവും ചന്ദനവും ഒക്കെ, ഇപ്പോൾ മുല്ലപ്പൂ കയ്യിൽ ഇങ്ങനെ എന്നാ മണ്ണിൽ നിന്നും രാവേറെയായി നിന്റെ മെയ്, അതിനകത്ത് ജയറാമിനൊക്കെ എന്ത് മണം നമ്മൾ ഇമാജിൻ ചെയ്യുമോ ആ ഒരു മണമാണിത്. ഇവിടെയൊക്കെ ഈ മറ്റേ മുല്ലപ്പൂവൊക്കെ ചുറ്റി നല്ല ചന്ദനത്തിൻ്റെ സോപ്പൊക്കെ ഇട്ട് കുളിച്ച് വരുന്ന ഒരു നല്ലൊരു മോഞ്ചൻ ചെക്കന് ഈ മണമായിരിക്കും. സോ ദാറ്റ്സ് ദിസ് വൺ. ഐ റിയലി ലൈക്ക് ദിസ് വൺ. ഞാനിത് മറ്റേത് മേടിച്ചപ്പം ഇതും ലിമിറ്റഡ് എഡിഷൻ ആയതുകൊണ്ട് ഞാൻ അതും വാങ്ങിച്ചു. ഇപ്പോൾ ജോൺ ചേട്ടൻ്റെ ഇവിടെ വരുമ്പോൾ ഞാൻ ഇതൊക്കെ അടുപ്പിച്ചിട്ട് ഇടയ്ക്ക് പുറത്തൊക്കെ ഡേറ്റിന് പോകുമ്പോൾ ഇതൊക്കെ അടുപ്പിച്ച് കൊടുക്കാറുണ്ട്. ഇതാണ് വൺ ഓഫ് മൈ മോസ്റ്റ് വിചിത്രമായിട്ട് ഇരിക്കുന്ന പെർഫ്യൂംസ്. ഓക്കെ, this is literally lady shape. It's a work of art. This bottle is definitely a work of art. This is Jean Paul Gaultier-ന്റെ താഴെങ്കിലും പേരെഴുതിയിട്ടുണ്ടോ? പേരെഴുതിയിട്ടില്ല. പേര് ഞാൻ ഇപ്പം കണ്ടുപിടിച്ച് തരാം. അതിനല്ലേ നമ്മുടെ ഗൂഗിൾ ഇമേജ് സെർച്ച് ഇരിക്കുന്നത്. ഗൂഗിൾ ഇമേജ് സെർച്ച് കയറിയിട്ട് ഞാൻ സെർച്ച് ചെയ്യും, അപ്പം എനിക്കിതിൻ്റെ പേര് കിട്ടും. ഇതിൻ്റെ പേര് ഡിവൈൻ EDP, ഡിവൈൻ ഉദ പെർഫ്യൂം ആണ്, ഫ്രം JPJ. ആൻഡ് the manam is good. Okay, this manam is very sexy, very കടിച്ചു നോക്കാം. Very sexy, very unique, very strong. നന്നായിട്ട് നിൽക്കും. ഇന്ന് ഞാൻ നൈറ്റ് കഴിഞ്ഞിട്ട് ഉറങ്ങുമ്പോഴത്തേനും ചുമ്മാ മുല്ലപ്പൂപ്പാടം പോലെ കിടന്നുറങ്ങാൻ പോകുന്നു. നല്ലൊരു മണം കേട്ടോ, നല്ല ഫ്ലോറിലാണ്, നല്ല ഫെമിനിൻ ആണ്, നല്ലൊരു മണമാണ്. എനിക്ക് കാരണം ദിസ് ഇസ് വൺ മൈ ന്യൂവർ ഫ്രേഗ്രൻസസ്. ഞാൻ മേടിച്ചിട്ട് അത്രയും നാളായിട്ടില്ല. അപ്പം ഞാനിതങ്ങനെ ഒത്തിരി അടിച്ചിട്ടും ഇല്ല. അതുകൊണ്ട് ഞാൻ അത്ര ഓർത്തില്ല ഇത് ഇത്രയും പൊളിയാണല്ലോ എന്നുള്ള കാര്യം. കുറച്ച് ഒരു ട്രോപ്പിക്കൽ ടച്ച് ഉണ്ടെങ്കിലും നല്ല ഫ്രൂട്ടിയും നല്ല ഫ്ലോറലും, നല്ലോണം ഫ്ലോറലും. പിന്നെ JPJയുടെ പെർഫ്യൂം ആകുമ്പോൾ നമുക്ക് അറിയാമല്ലോ, ഇറ്റ്സ് ഓൾറെഡി അമേസിങ്. ലൈക്ക് ഇറ്റ്സ് ഔട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ഫോർ ഇറ്റ് ടു ബി below par. Like JPJ always has the best, most fire perfumes, and Divine is one of my more unique ones. Divine is the only one I have of their sexy womanly shaped bottles.
അവർക്ക് കുറേ ഉണ്ട്. I think Bella, they have like a lot of perfumes in their brand that have this like sexy bottle shape and come in like many different colors, and this is only one I have, but hopefully this will be the first to many. Yeah, പൊളിയൊരു പെർഫ്യൂമാണ്. ഓക്കെ, ഇനി ഏതാ കറങ്ങടാ മോനെ. ഓ, ദിസ് വൺ ഈസ് കാത്തിരുന്ന് ഒത്തിരി അനാവശ്യ പൈസ കൊടുത്ത് ഞാൻ മേടിച്ച ഒരു പെർഫ്യൂമാണ്. ആൻഡ് ദ നെയിം ഈസ് വെരി കോൺട്രവേഴ്ഷ്യൽ. ഈ പെർഫ്യൂമിൻ്റെ പേര് Oudgasm. This perfume's name is Oudgasm, not the other word, Oudgasm. This is the vanilla oud, and ഞാൻ ഇതിനെ എങ്ങനെ വാക്കുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. വെനില എടുത്തിട്ട് അതിനെ അറബി നാട്ടിൽ കൊണ്ടുപോകുന്നു, അവിടെ ഒരു 20-25 കൊല്ലം പാർപ്പിക്കുന്നു. അങ്ങനെ ഈ വെനില എല്ലാ ഷെയ്ക്കുകളുടെ ഭാര്യമാരുടെയൊക്കെ വീട്ടിലൊക്കെ കയറി ഇറങ്ങി അവരുടെയൊക്കെ അത്തറിൻ്റെ ഇടയ്ക്ക് കിടന്ന് മെയ്ത് അങ്ങനെ ഒരു ലേക്ക് കേട്ട മട്ടിലേക്ക് വന്ന ദാറ്റ്സ് ദിസ് പെർഫ്യൂം. അടിപൊളിയാണ്, വളരെ പിശുക്കി ഞാൻ ഉപയോഗിക്കുന്നതാണ്. നല്ല വിലയായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. സോ ഇത് എന്തെങ്കിലുമൊക്കെ മെയിൻ ഇവൻറ്റിനൊക്കെ വന്നാൽ, ഏതെങ്കിലും ഒരു കല്യാണത്തിനൊന്നും ഞാൻ ഇടത്തില്ല, അത് ഒത്തിരി പേരുടെ പെർഫ്യൂമിൻ്റെ ഇടയ്ക്ക് ഇതങ്ങ് മുങ്ങിപ്പോവും. ഞാൻ മെയിനായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഒരു ഇവൻറ്റിനൊക്കെ പോവുകയാണെങ്കിൽ, ഒരു പെണ്ണ് കാണലിലൊക്കെ പോവുകയാണെങ്കിലോ ഒരു ഡേറ്റിനൊക്കെ പോവുകയാണെങ്കിലോ ഞാനിത് അടിച്ചിട്ട് പോകും. ഇതടിച്ചിട്ട് ഞാൻ ജോൺചേട്ടൻ്റെ അടുത്ത് ആക്ച്വലി പോയിട്ടില്ല, ഒരു ഡേറ്റിനൊന്നും പോയിട്ടില്ല. സോ എന്തായാലും നെക്സ്റ്റ് ടൈം വരുമ്പം ജോൺചേട്ടനായിട്ട് മീറ്റ് ചെയ്യുമ്പം ഇത് ഞാനൊന്ന് അടിക്കും, എന്നിട്ട് ഞാനൊന്ന് വ്ളോഗ് എടുക്കും, എന്നിട്ട് ഞാൻ നിങ്ങളോടത് പറയുകയും ചെയ്യും. ഇതൊക്കെ എന്താ ഞാൻ ഫേവറേറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഇതൊക്കെ എൻ്റെ ഫേവറേറ്റാണ്. ഇതൊക്കെ കണ്ടില്ലെന്ന് തോന്നി ഞാൻ ആ സമയത്ത്. പൊളിയാട്ടോ, ഇത് പൊളിയാ. ഇത് പൈസ ഉണ്ടെങ്കിൽ മേടിക്കണം. എല്ലാവരും മേടിക്കണ്ട, അപ്പം എല്ലാവർക്കും ഉണ്ടായി പോകുമല്ലോ. പക്ഷേ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കണം കേട്ടോ. നെക്സ്റ്റ്, മൂവിങ് ഓൺ. ദിസ് ഈസ് Versace Bright Crystal Absolute. ഇതിൻ്റെ ക്യാപ്പ് കാണാതെ പോയി, എവിടെ പോയെന്ന് എനിക്കറിയാമല്ല. ഞാനിത് എങ്ങോട്ടോ കൊണ്ടുപോയതാണ്, എന്നിട്ട് ഇതിൻ്റെ ക്യാപ്പ് കൊണ്ടേ കളഞ്ഞിട്ട് തിരിച്ചു വന്നു. ബട്ട് നല്ലൊരു ഫ്രേഗ്രൻസ് ആണ്, ലൈറ്റ് സമ്മറി ആയിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ആണ്. ഫ്ലോറലാണ്, ബട്ട് ലൈറ്റ് സമ്മറി, ഫ്രൂട്ടി, ഫ്ലോറൽ, ലൈറ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. നമുക്ക് സമ്മറൊക്കെ ആകുമ്പോൾ ഒരു ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴോ ചെറുതായിട്ട് ലൈറ്റായിട്ട് എവിടെയെങ്കിലും അടിച്ചുകൊണ്ട് പോകാൻ നല്ലൊരു പെർഫ്യൂമാണ്. ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നൊന്നും തോന്നുന്നില്ല, അഫോർഡബിൾ റേഞ്ചിലുള്ള പെർഫ്യൂം തന്നെയാണെന്നാണ് എൻ്റെ അറിവ്. ഞാൻ തന്നെയല്ലേ മേടിച്ചത്, എൻ്റെ അറിവെന്നൊക്കെ. ഇത് വേറെ ആരാണ്ട് മേടിച്ചെന്ന പോലെയാണ്. സ്വന്തം കാശ് കൊടുത്ത് മേടിക്കും, പക്ഷേ അവൾക്ക് ഓർമ്മയില്ല. മേടിച്ച് അവൾക്ക് ഓർമ്മയില്ലാണ്ടായി എത്രയുണ്ട് എന്തൊക്കെയായിരുന്നു വില എന്നൊക്കെ. ഒരു നല്ലൊരു പെർഫ്യൂമാണ്. ഇതിന് ക്യാപ്പ് ഉള്ളപ്പോഴാണ് വെർസാച്ചിയുടെ പെർഫ്യൂമിൻ്റെ ഭംഗി. പക്ഷെ അത് ഞാൻ കൊണ്ട് കളഞ്ഞു. ആരുടെങ്കിലും കയ്യിൽ തീർന്നൊരു കുപ്പിയുടെ ക്യാപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് തരാമോ? എനിക്ക് കണ്ടുകൊണ്ടിരിക്കാനാണ് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ പെർഫ്യൂമിൻ്റെ കാര്യത്തിൽ ഇഷ്ടം. സോ ക്യാപ്പ് ഇല്ലാതെ ഇതിൻ്റെ കാര്യത്തിൽ ഞാൻ ഖേദിക്കുന്നു ഗൈസ്. എനിക്കാണെങ്കിൽ ചൂടും എടുക്കുന്നുണ്ട്. ഫാൻ ഓൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്നുള്ള ശബ്ദമാണ് പുറകിൽ അപ്പോൾ വരുന്നത് വീഡിയോക്കകത്തോട്ട്. This is another very famous perfume. I know this is by Mugler. ഈ പെർഫ്യൂമിൻ്റെ പേര് Angel Elixir by Eau de Parfum by Mugler. by Mugler. അതാണ് ഈ പെർഫ്യൂം. ഈ പെർഫ്യൂം എനിക്ക് ഉള്ള പെർഫ്യൂംസിലെല്ലാത്തിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ്. ഈ പെർഫ്യൂം എൻ്റെ പല ഫ്രണ്ട്സിൻ്റെയും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ്. എനിക്ക് ഫ്ലോറൽസും ചന്ദനവും ആ ഒരു നാടൻ ടച്ച് ഇച്ചിരി ഉള്ളത് കൊണ്ട് എനിക്ക് ഫേവററ്റ് അല്ല, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളൊരു പെർഫ്യൂമാണ്. ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെട്ടൊരു പെർഫ്യൂമാണ്. ഇത് എൻ്റെ ഇമാജിനേഷനിൽ ഞാനൊരു ജീൻസൊക്കെ ഇട്ട്, ഒരു എന്താ പറയുക, ഒരു ജീൻസും ഒരു ഷർട്ടൊക്കെ ഇട്ട് കുറച്ച് മാസി ആയിട്ട് പോകുമ്പം, ക്ലാസി ആയിട്ടല്ല, കുറച്ച് മാസി ആയിട്ട് പോകുമ്പം ഞാൻ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂമാണ്. ഐ തിങ്ക് എൻ്റെ ഒരു അറ്റയർ അനുസരിച്ചാണ് എൻ്റെ ഒരു മൂഡും എൻ്റെ ഒരു പെർഫ്യൂമും ഒക്കെ പോവുക. അപ്പോൾ ഇത് ഞാൻ കുറച്ചുകൂടി ഒരു റോഞ്ചി ആയിട്ടുള്ളൊരു, റോഞ്ചി അല്ല, ദിസ് ഇസ് ലൈക്ക് ഒരു ലൈക്ക് ഒരു അമേരിക്കൻ ഗേൾ ആയിട്ട് ഞാൻ നടക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് ഈ പെർഫ്യൂം യൂസ് ചെയ്യാൻ. അങ്ങനെയുള്ളൊരു പെർഫ്യൂമാണ്. ഇതിൻ്റെ നോട്ട്സ് ഞാൻ ആക്ച്വലി നിങ്ങളോട് നോക്കിയിട്ട് പറയാം, കാരണം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല ഇതിൻ്റെ ഒരു സ്മെല്ല്. മിൽക്കി, ഇതിൻ്റെ മെയിൻ നോട്ട് അതിൻ്റെ മിൽക്കിനെസ് ആണ്. സോ ദിസ് ഇസ് ഐ തിങ്ക് വൺ ഓഫ് ദ ഓൺലി മിൽക്കി ഫ്രേഗ്രൻസസ് ഐ ഹാവ്.
So that's why I didn't know what word to put for it. Yeah, it's a milky but floral fragrance. നല്ല ഫ്രേഗ്രൻസ് ആണ്, ഡിഫറെൻ്റ് ആണ്. ഐ വുഡ് ഡെഫിനറ്റ്ലി സേ ഇത് മണത്ത് കഴിഞ്ഞിട്ട് ഇത് മേടിക്കുക. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്കറിയാവുന്ന ഒരുപാട് പേർക്ക് ഇഷ്ടമാട്ടോ. പക്ഷെ ഞാൻ മണത്തിട്ട് മേടിക്കണമായിരുന്നു, ബിക്കോസ് ഐ ലൈക്ക് ഇറ്റ്, ബട്ട് ഐ തിങ്ക് ഐ ലൈക്ക് തിങ്സ് ദാറ്റ് ആർ മോർ ഫെമിനൻ, ബിക്കോസ് ദിസ് ഇസ് സ്ലൈറ്റ്ലി വുഡി ആസ് വെൽ. അപ്പോൾ ഇച്ചിരി ഒരു ആണത്വവും കൂടെ ഉള്ള ഒരു സെൻറ്റാണിത്. കുപ്പി നല്ല അടിപൊളിയാണ്, ലൈക്ക് വെറൈറ്റി, നമ്മുടെ വാനിറ്റിയിൽ വെക്കാൻ നല്ല രസമുള്ളൊരു കുപ്പിയാട്ടോ അത്. യാ, എന്തായാലും എൻ്റെ വൺ ഓഫ് ദ വെരി ഡിഫറെൻറ്റ് സെൻസ് ആണ്, വൺ ഓഫ് ദ വെരി എന്നൊക്കെ. എൻ്റെ ഗ്രാമറൊക്കെ ചുമ്മാ തീയാണ്, ചുമ്മാ മരണമാണ് ഇന്ന്. ഓക്കെ, this is another one of my perfumes from Estee Lauder, named Tender Light. എൻ്റെ ഫേവറേറ്റ് പെർഫ്യൂംസിലൊന്നല്ല, സെയിലിൽ കണ്ടപ്പോഴത്തേന് ഞാൻ മേടിച്ചെന്നേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഇപ്പം ഞാൻ അടുക്കളയിൽ കുക്ക് ചെയ്യുമായിരുന്നു, പക്ഷെ എൻ്റെ ജാക്കറ്റ് എന്നെ സോഫയിൽ വെച്ച് പോയി. അപ്പം ആ ജാക്കറ്റിലെ ഉള്ളിലെ മണം ആയി. അപ്പം ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഇഷ്ടം പോലെ അടിച്ചിട്ട് പുറത്തിറങ്ങുമ്പം നല്ല മണമാവും. ഇത് ഒത്തിരി ഉപയോഗിച്ചാൽ എനിക്ക് വലിയ സങ്കടം ഇല്ലാത്തൊരു പെർഫ്യൂമാണിത്. വലിയ എക്സ്പെൻസീവ് ഒന്നും ആയിരുന്നു എന്ന് തോന്നുന്നില്ല. ഇത് മേടിക്കുന്ന പോലും എനിക്ക് മര്യാദയ്ക്ക് ഓർമ്മയില്ല. പക്ഷേ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സെൻറ്റാണ്. ഇതൊരു എന്താ പറയുക, ഒരു കുറച്ചുകൂടി ഒരു മെച്ചുവർ ആയിട്ടുള്ളൊരു സെൻറ്റാണ്. ഐ തിങ്ക് അമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സെൻറ്റാണ്. ഞാൻ കുറച്ചുകൂടി ഇപ്പോഴും ബബ്ലി ആയിട്ട് നിൽക്കുന്ന ഒരാളാണല്ലോ, അപ്പം എനിക്ക് കുറച്ചുകൂടി ഒരു ഫ്ലേർട്ടി ആയിട്ടുള്ള സ്മെൽസ് ഒക്കെ ഇഷ്ടം. ഇത് കുറച്ചുകൂടി മെച്ചുവർ ആയിട്ടുള്ള, കുറച്ചുകൂടി ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു, കുറച്ച് മസ്കിയാണ്, പക്ഷേ ഇച്ചിരി കോക്കനട്ടിയാണ്, ഇച്ചിരി ഫ്ലോറലും ആണ്. അങ്ങനെ ഒരു മൈൽഡ് സ്മെല്ലാണ്, ഭയങ്കര ഒരു സ്ട്രോങ് സ്മെല്ലൊന്നും അല്ല, ഒരു മൈൽഡ് സ്മെല്ലാണ്. ഐ ലൈക്ക് ദ ബോട്ടിൽ ദോ. ബോട്ടിലുള്ള ഡിസൈൻ എനിക്കിഷ്ടം. ഹാസ് എ ലോട്ട് ടു, ഐ തിങ്ക് മോർ ദാൻ 100 ml ഉണ്ടെന്ന് തോന്നിയത്. മേ ബി ജസ്റ്റ് 100, മേ ബി മോർ. സോ അങ്ങനെ ആ റോയും കഴിഞ്ഞു. ഇനി നമ്മൾ ഈ റോയിലോട്ട് കിടക്കുവാണ്. ഈ റോയിലും എത്ര പെർഫ്യൂം ഉണ്ടെന്നറിയാവോ? ഞാൻ മേ ബി 3 parts ഉണ്ടാക്കണമായിരുന്നു, പക്ഷെ ഇനി എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാനിത് വേഗം പറഞ്ഞു പോവാം. സോ ദിസ് ഇസ് എ men's cologne from Bath and Body Works. അതിൻ്റെ കുട്ടി ആണിത് കേട്ടോ. സ്റ്റോൺ ബൈ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ്. നല്ലൊരു ക്ലീൻ മെൻസ് കൊളോൺ ആണ്. ഇഫ് യു ആർ എ മാൻ ആൻഡ് യു ആർ ട്രൈങ് ടു ഗെറ്റ് എ ബാങ് ഫോർ യുവർ ബക്ക്, ഗോ ഫോർ ദിസ്. ദിസ് ഈസ് എ വെരി ക്ലീൻ സെൻറ്റ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സെൻറ്റാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സിൽ ഒന്നാണ് ഫോർ മെൻ, ആൻഡ് ഇറ്റ്സ് വെരി അഫോർഡബിൾ ടു. സോ ഐ തിങ്ക് ലൈക്ക് ഇഫ് യുവർ ഹൈസ്കൂളിലുള്ള നമ്മുടെ അനിയൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, കാരണം അവർക്ക് അത്രയും എക്സ്പെൻസീവ് പെർഫ്യൂംസ് ഡെയിലി ഹൈസ്കൂളിൽ പോകാൻ മേടിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റിയ, അതല്ലെങ്കിൽ ഡെയിലി ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ അടിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ ജിമ്മിൽ പോകുമ്പോൾ അടിക്കാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ് സ്റ്റോൺ ബൈ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ്. Love this one. It's definitely a men's perfume, but I wear it when I'm wearing like sweatpants. നടക്കാനൊക്കെ പോവാണെങ്കിലോ, like അങ്ങനെ, if I know I'm gonna sweat, I lean towards this. I like this one. So this is another perfume that I was gifted from Viktor and Rolf. I think this is called A Mist by Viktor and Rolf. I could be wrong. I love this perfume. ഇതെനിക്ക് ഭയങ്കര പൗഡറി ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ്. നല്ല പൗഡറി ആയിട്ടൊരു പെർഫ്യൂമാണ്. ലൈക്ക് ഇത് ഇറ്റ്സ് ലൈക്ക് നമ്മളിങ്ങനെ പഴയ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ വലിയ ബോൾ ഗൗൺ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുണുങ്ങി വരുന്ന പെണ്ണുങ്ങൾക്ക് എന്ത് മണം നമ്മൾ ഇമാജിൻ ചെയ്യും, ആ മണമാണ് ഇതിന്. നല്ല പൗഡറി ആയിട്ടുള്ള, നല്ല ക്ലീൻ. എനിക്ക് പൗഡറിൻ്റെ ഒക്കെ ഓർമ്മ നമ്മൾ നാട്ടിൽ നിന്ന് കുളിച്ചിറങ്ങി പൗഡറൊക്കെ ഇട്ട് സ്കൂളിൽ പോകുന്നു. അപ്പോൾ നല്ല വൃത്തിയുള്ളൊരു മണമാണ്. ലൈക്ക് നമുക്ക് ഈ ഒരു മണം മണക്കുമ്പം നല്ല വൃത്തിയുള്ള വെച്ചായിരിക്കും എന്ന് തന്നെ നമുക്കൊരു ചിന്ത തോന്നും. അപ്പം അങ്ങനെയുള്ളൊരു പെർഫ്യൂമാണിത്. ഇതും എനിക്ക് വെരി സ്പെഷ്യൽ ആയിട്ട് റീസൺ, എനിക്കിത് കമ്പനി അയച്ചു തന്നതാണ്. കമ്പനി എന്നോട് ഒരിക്കലും റിവ്യൂ ഒന്നും എഴുതാൻ പറഞ്ഞില്ല. ഇതും ഒരു 2022 or 2023 കമ്പനി അയച്ചു തന്ന പെർഫ്യൂമാണ്. PR ആയിട്ട് അയച്ചു തന്നതാണ്. ആൻഡ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ലൈക്ക് ഇറ്റ്സ് വെരി ഒരു മിസ്റ്റ് സ്റ്റോൺ പോലെയാണ് അതിൻ്റെ ക്യാപ്പ്. ആൻഡ് ഇറ്റ്സ് ക്ലോസ് ടു മൈ ഹാർട്ട് ബിക്കോസ് ഓഫ് ദാറ്റ്. അതുകൊണ്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ ഒത്തിരി ഒന്നും അടിക്കാറില്ല, അടിച്ച് തീർക്കണ്ടെന്ന് എനിക്ക് ആഗ്രഹമുള്ള ഒരു പെർഫ്യൂമാണ്. പക്ഷേ ഇത് സ്റ്റോറിൽ നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ. അതുകൊണ്ട് അടിച്ച് തീർത്താലും പിന്നെയും മേടിക്കാനുള്ള സാമ്പത്തിക നില നമുക്കുണ്ടോ നമുക്കറിയില്ല. ബട്ട് ഒരു പൊളി പെർഫ്യൂമാണ്. I love this one. I definitely recommend it. I think girly girls would like it. ഗേളി ആയിട്ടുള്ള ഗേൾസിന് എന്തായാലും ഇഷ്ടപ്പെടും, നാട്ടിലുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും, അമ്മമാർക്കും ഇഷ്ടപ്പെടും, അമ്മച്ചിമാർക്കും ഇഷ്ടപ്പെടും. എനിക്കിഷ്ടം, എനിക്ക് എന്തായാലും നല്ല ഇഷ്ടം. പിന്നെ ലേഡി മില്യൺ.
by Paco Rabanne. So I don't have 1 million. 1 million ഒരു സ്റ്റോറിൽ മണത്തിട്ട് I think I liked it when my friend wore 1 million. അന്ന് ഞാൻ അവനോട് ചോദിച്ചു നീ എന്താ ഇട്ടേക്കുന്നത് നല്ല മണമാണല്ലോ, പക്ഷേ കടയിൽ എനിക്ക് മണത്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത്, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. ബട്ട് ദിസ് ഇസ് ലേഡി മില്യൺ. സോ ഇത് ഭയങ്കര ഒരു അടിപൊളി സെൻറ്റാണെന്ന് പറഞ്ഞാൽ നല്ലൊരു സെൻറ്റാണ്, പക്ഷേ എനിക്കിത് ഭയങ്കര സൂപ്പർ അടിപൊളിയായിട്ട് തോന്നാത്തതിൻ്റെ റീസൺ ഈസ് ബിക്കോസ് ഇതിൻ്റെ മണം ഭയങ്കര യുണീക്ക് അല്ല. ഈ ഒരു ബ്രാൻഡിന് മാത്രമുള്ളൊരു മണമാണ്, അല്ലെങ്കിൽ പാക്കോ റബാൻ മാത്രം ക്രിയേറ്റ് ചെയ്തൊരു മണമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഐ ഫീൽ ലൈക്ക് ഐ സ്മെൽഡ് എ മില്യൺ ഫ്രേഗ്രൻസസ് ദാറ്റ് സ്മെൽ ലൈക്ക് Lady Million by Paco Rabanne. But I'm definitely saying it's a good scent. If you're not somebody with a huge collection, like അപ്പം നിങ്ങൾ കുറച്ചുകൂടെ പിക്ക് ചെയ്യാം, നിങ്ങൾ കുറച്ചുകൂടെ നീഷാവും which perfumes you use the most, which you say is your favorite. പക്ഷെ നിങ്ങൾക്ക് ഒന്ന് രണ്ട് നല്ല പെർഫ്യൂംസേ ഉള്ളൂ, അതിൻ്റെ ആവശ്യം ഉള്ളൂ എന്ന് കരുതുന്നവരാണെങ്കിൽ I would definitely say get this. I love the bottle. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഡയമണ്ട് ഷേപ്പിലൊക്കെയുള്ള ഒരു ബോട്ടിലാണ്, നല്ലൊരു പെർഫ്യൂമാണ്. But just not my personal favorite. It smells great. It just doesn't stand out to me. I think that's why I'm not the biggest fan of Lady Million. But then again, it's a good smell. It's corporate-y, perfumey, not floral. I don't feel like it's floral. I feel like it's also a cologne, but ആണുങ്ങളുടെ പോലെ അല്ലാത്ത ഒരു cologne ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ്. It's a good one to gift, I think. കാരണം നമുക്ക് പേടിക്കണ്ടല്ലോ, ഇഷ്ടപ്പെടുമോ ഇല്ലയോ, ഇഷ്ടപ്പെടും, എന്തായാലും ഇഷ്ടപ്പെടും. ഫേവററ്റ് ആവില്ലെന്നേ ഉള്ളൂ എനിക്ക്, പക്ഷെ ആരുടെയെങ്കിലും ഒക്കെ ഫേവററ്റ് ആയേക്കാം. ഞാൻ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ പറയുന്നത്, അത് നിങ്ങൾ take it with a grain of salt. This is my perfume taste and how I respond to each perfume scent. Doesn't mean ഇത് നിങ്ങളുടെയും ഒപ്പീനിയൻ ഇതാവണമെന്നില്ല. ചിലവരുടെ ഫേവററ്റ് ആയിട്ടുള്ള സെൻറ്റ് എൻ്റെ ഫേവററ്റ് അല്ല. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മറ്റേ പെർഫ്യൂമിൻ്റെ കാര്യം അങ്ങനെ പറഞ്ഞില്ലേ, ഏതായിരുന്നു അത്, Jo Malone's Freesia and whatever the other thing in it was, Pear and Freesia, was it Pear and Freesia, whatever. അത് മറ്റുള്ളവരുടെ കമൻറ്റ് സെക്ഷനിലൊക്കെ ഞങ്ങളൊക്കെ ഫേവററ്റ് ആണ് എന്ന് പറഞ്ഞവരുണ്ട്, പക്ഷെ എനിക്ക് അത് അത്രയും ഫേവററ്റ് അല്ലായിരുന്നു എന്നേ ഉള്ളൂ. Okay, so next we have Alien. This is also by Mugler. Oh, Alien by Mugler. This is this is a famous perfume. ഒരുപാട് പേർക്ക് ഫേവററ്റ് ആയിട്ടുള്ള, ഒരുപാട് പേരുടെ കയ്യിലുള്ള, ഒരുപാട് പേരുടെ ഫേവററ്റ് ആണെന്ന് എടുത്ത് പറയുന്ന ഫസ്റ്റ് കാണിക്കുന്ന പെർഫ്യൂം ഇതാണ്. However, for me this is not a favorite. However, for me എനിക്ക് ഇച്ചിരി തലവേദന എടുക്കും ഇത് അടിക്കുമ്പം, പക്ഷെ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഫേവററ്റ് ആണിത്, ഈ പെർഫ്യൂം. ബട്ട് ഫോർ മീ ഐ ലൈക്ക് ഇറ്റ്, ബട്ട് മേ ബി എനിക്ക് ചില പെർഫ്യൂംസ് അടിക്കുമ്പോൾ എനിക്ക് ഇച്ചിരി തലവേദന എടുക്കും, അതെന്നാന്നറിയാമല്ല. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒരു സെൻറ്റ് ഉള്ളൊരു പെർഫ്യൂമാണ്. ഇതും ഡിഫറെൻറ്റ് കാറ്റഗറി ഞാൻ കൊണ്ടേ വെക്കും. ലൈക്ക് സാധാരണ നമ്മൾക്ക് എപ്പോഴും കിട്ടുന്ന ഒരു മണമല്ല. ഇതിൻ്റെ നോട്ട്സ് ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ നോക്കിയിട്ട് പറയാം. Alien by Mugler fragrance notes. Jasmine, but it's not Arabic jasmine. It's the different kind of jasmine. So maybe that's what's giving me the headache. നാടൻ മോന്തക്കിടിച്ചനെ നാടൻ മുല്ലപ്പൂ അല്ല, പക്ഷെ മുല്ലപ്പൂൻ്റെ മണം ഉണ്ട് താനും. കാശ്മീർ വൈറ്റ് ആംബർ. I don't like the smell of amber. സോ മേ ബി ആ വൈറ്റ് ആംബർ ആയിരിക്കും ഇതിനകത്തെ ആ ഒരു എനിക്കിഷ്ടമല്ലാണ്ട് വന്ന ആ ഒരു ഫാക്ടർ. ബട്ട് ഇറ്റ്സ് എ ഗ്രേറ്റ് പെർഫ്യൂം. എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നാൽ ചാടി കയറി ബോറോ ചെയ്യുന്നതൊക്കെ ഈ പെർഫ്യൂമാണ്, അവർക്കിത് ഇഷ്ടമാണ് നല്ല. അപ്പോൾ അവർക്കൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ കൊടുക്കും. അത് ഗസ്റ്റിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ വീട്ടിൽ സ്മരണയായിട്ട് വെച്ചിരിക്കുന്ന പെർഫ്യൂമായത്. ഇത് വെരി അഫോർഡബിൾ ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ്. ഞാനിത് ഇവിടുത്തെ ഒരു ഡിസ്കൗണ്ട് സ്റ്റോർ, മാർഷൽസ് എന്ന് പറഞ്ഞ ഡിസ്കൗണ്ട് സ്റ്റോറിൽ നിന്ന് കണ്ടപ്പം ചുമ്മാ എടുത്തൊരു പെർഫ്യൂമാണ്. ദിസ് ഈസ് Vanilla Potion എന്ന പേരുള്ള ഒരു പെർഫ്യൂമാണ്. I love the bottle, very classy bottle, and it smells like pure vanilla. നല്ല നമ്മൾ ഈ കറിക്കകത്ത് ബേക്കിങ്ങിലൊക്കെ ഇടുന്ന വെനിലയല്ലേ, ആ ഒരു വെനിലയുടെ ഒരു സെൻറ്റാണ്, നല്ലൊരു സെൻറ്റാണ്, എനിക്ക് കംപ്ലൈൻ്റ് ഒന്നും പറയാനില്ല. പക്ഷേ എന്ന് വെച്ചാൽ ഭയങ്കര ക്ലാസി ആയിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെൻറ്റൊന്നും അല്ല. പക്ഷെ നമുക്ക് ജോലിയിലൊക്കെ പോകുമ്പം അടിക്കാം, ജോലിക്ക് ഇടയ്ക്കൊക്കെ അടിക്കാം, ഒരു റിഫ്രഷിങ് ആയിട്ടുള്ളൊരു സെൻറ്റാണ്. I like it. I'm a fan. I actually like it a lot. നല്ല പെർഫ്യൂമാണ്. ഇതുകൂടെ അടിച്ച് അതുകൂടെ എല്ലാം കൂടെ നല്ലൊരു പെർഫ്യൂമാണ്. നമ്മുടെ പക്ക വെനിലയുടെ ഒരു മണം, വളരെ അഫോർഡബിളുമാണ്.
അപ്പം കോളേജ് സ്റ്റുഡൻസിനൊക്കെ മേടിക്കാം, സ്കൂൾ സ്റ്റുഡൻസിനൊക്കെ മേടിക്കാം. ഐ തിങ്ക് $20-30 ഉള്ളൂ. It's a good perfume. And you get a lot for $30. Next ആയിട്ട് I have Gucci Guilty Intense Pour Femme. I love this perfume. നല്ല സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ എവിടെ ചെന്നാലും നമ്മൾ പെർഫ്യൂം അടിച്ച മാതിരി ഇരിക്കും. എനിക്ക് ഇതിൻ്റെ ബോട്ടിലും ഭയങ്കര ഇഷ്ടമാണ്, ഇതിൻ്റെ പ്രസൻറ്റേഷനും ഭയങ്കര ഇഷ്ടമാണ്, ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പം അതുകൊണ്ടൊക്കെയാണ് തോന്നുന്നു എനിക്ക് ഗൂച്ചി ഗിൽറ്റി ഭയങ്കര ഇഷ്ടം. ഐ ഡെഫിനറ്റ്ലി ഇത് തുറക്കണം എങ്ങനെയായിരുന്നു നല്ല. പക്ഷെ ഇത് ആണുങ്ങളുടെ ആണോ? ഇസ് ഇറ്റ് എ പെർഫ്യൂം ഓർ ഇസ് ഇറ്റ് എ കൊളോൺ? ഇതൊരു പെർഫ്യൂമാണ്, ബട്ട് ഡെഫിനറ്റ് ഐ തിങ്ക് പെണ്ണുങ്ങളുടെ ആണെന്ന് തോന്നുന്നു. ബട്ട് ഡെഫിനറ്റ്ലി ആണുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ചിലപ്പോൾ ആണുങ്ങളുടെ ആയിരിക്കും, എനിക്കറിയാൻ മേലാത്തായിരിക്കും. ബട്ട് ഡെഫിനറ്റ്ലി യൂണിസെക്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ്. നല്ല സ്ട്രോങ് ആയിട്ടൊരു പെർഫ്യൂമാണ്, വളരെ ലോങ് ലാസ്റ്റിംഗ് ആണ്, വളരെ ഫേമസ് ആണ്, നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയതാണ്. ഭയങ്കര വിലയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗൂച്ചി ഗിൽറ്റി Pour Femme. ഓക്കെ, മൂവിങ് ഓൺ. തീരുന്നില്ല ഗൈസ്, നമ്മൾ അടുത്തു കേട്ടോ. മൂവിങ് ഓൺ, ദിസ് ഈസ് Kayali's Vanilla Royale Sugared Patchouli 64. Famous. She's expensive, she's classy, she's unique. ഇതിനകത്ത് പാരച്ചൂയി ഭയങ്കരമായിട്ട് കിടക്കുക, ലൈക്ക് തിക്ക് പാരച്ചൂയി നോട്ട്സ് ആണ് ഇതിൽ. സോ അത് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, പാരച്ചൂയി എന്നാണോ പെച്ചൂലി എന്നാണോ പറയുന്നത്? ചിലപ്പോൾ പെച്ചൂലി എന്നായിരിക്കും പറയുന്നത്. ഐ ഡോണ്ട് നോ ദ പ്രൊനൗൺസിയേഷൻ. ഐ ഗോയിങ് ഓഫ് what I feel. സോ ഇതിൻ്റെ ഒരു വെനില എന്ന് പറഞ്ഞാൽ Kayali 28ൻ്റെ വെനില പോലെയല്ല. ഇതിൻ്റെ വെനില എന്ന് പറഞ്ഞ ഒരു നമ്മളിങ്ങനെ മൂപ്പിച്ചെടുത്ത വെനില പോലെയാണ്. ലൈക്ക് നമ്മുടെ ഈ മറ്റേ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്ത സ്പൈസസിന് ഒരു ഡിഫറെൻറ്റ് സ്മെല്ലാണല്ലോ നോർമൽ സ്പൈസസിൽ നിന്നും. അതുപോലുള്ള ഒരു വെനില ആണിത്. ഐ ലവ് ഇറ്റ്. ഇറ്റ് ഹാസ് റം നോട്ട്സ് ഒക്കെ പുറകെ എഴുതിയിട്ടുണ്ട് കേട്ടോ. റമ്മിൻ്റെ നോട്ട്സ് ഉണ്ട്, ക്രെം ബ്രൂലയുടെ നോട്ട്സ് ഉണ്ട്, ബ്രൗൺ ഷുഗറിൻ്റെ നോട്ട്സ് ഉണ്ട്, ഊദിൻ്റെ നോട്ട്സ്. ദാറ്റ്സ് ദ പാരച്ചൂയി ആൻഡ് ദ ഊഡ്. Sugared patchouli, whatever. And ഊതും ഇതിലുണ്ട്. ഒരു അറബികളുടെ അടുക്കളയിലെ ബേക്കിങ്ങിന് എന്ത് മണമായിരിക്കും? നല്ല അറബിച്ചുകൾ ദുബായിലൊക്കെ ആയിരിക്കും, എനിക്കറിയാമല്ല, ആ രാജ്യങ്ങളിലൊക്കെയുള്ള ആരെങ്കിലുമൊക്കെ അടുക്കളയിലൊക്കെ ഇരുന്ന് നല്ല ബേക്കൊക്കെ ചെയ്യുമ്പം അവരുടെ അത്തറിൻ്റെ മണവും ആ അടുക്കളയിലെ വെനിലയുടെ മണവും വരുമ്പം ഈ ഒരു മണം കിട്ടും. നല്ല പെർഫ്യൂമാണ്, നല്ല എക്സ്പെൻസീവ് ആണ്, പക്ഷെ പൈസ ഉണ്ടെങ്കിൽ മേടിക്കാം. ഫെമിനിൻ ആണ് കേട്ടോ, ആണുങ്ങൾക്ക് അടിക്കാൻ കൊള്ളുമെന്ന് എനിക്കറിയത്തില്ല. ഫെമിനിൻ ആണ്, പെണ്ണുങ്ങൾക്ക് പറ്റിയ ഒരു പെർഫ്യൂമാണ്, നല്ലതാണ്. ദിസ് ഈസ് ദ ലാസ്റ്റ് വൺ ദാറ്റ് ഐ ആം ഗോണ സേ ഇൻ ദിസ് വീഡിയോ. കുറച്ചുകൂടെ പെർഫ്യൂംസ് എനിക്കുണ്ട് കേട്ടോ, പക്ഷെ അത് ഞാൻ എന്തെങ്കിലും ഒരു ദിവസം വേറൊരു ദിവസം ചെയ്യാം. ഞാൻ പെർഫ്യൂംസിനെ പറ്റി മിണ്ടി സാച്ചുറേറ്റ് ആയിപ്പോയി. ബട്ട് ദിസ് ഈസ്, എനിക്ക് 2 എണ്ണം ഉണ്ട് ഇതിൻ്റെ. Kayali Exceller 11. I love this perfume so much that ഇത് അവർ നിർത്തിയായിരുന്നു ഒരിടയ്ക്ക്. സോൾഡ് ഔട്ട് ആയതാണോ സ്റ്റോക്ക് ഔട്ട് ആയതാണോ അതോ അവർ ഉണ്ടാക്കുന്നത് നിർത്തിയാണോ എന്നറിയത്തില്ല. നിർത്തിയെന്നറിഞ്ഞപ്പം ഞാൻ ചാടിപ്പോയി ഒരെണ്ണം കൂടെ വാങ്ങിച്ചു. ആരുടെയോ കയ്യിൽ നിന്ന് അവർക്ക് ഗിഫ്റ്റായിട്ട് ചെയ്ത് അവർക്ക് വേണ്ടാഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഞാനത് മേടിച്ചു. ആൻഡ് ഐ ഹാവ് ദ വൺ ഐ ബോട്ട്. Amazing perfume. Kayali Exceller 11 is like you are. എൻ്റെ ഇമാജിനേഷനിൽ if you live in Bahrain, if you grew up in Bahrain, if you're the wife of a sheikh, നിങ്ങൾക്ക് എന്ത് മണമായിരിക്കും? ആ മണമാണ് എൻ്റെ ഇമാജിനേഷനിൽ ഇത്. ഇറ്റ്സ് ലൈക്ക് പ്യൂർ ഊദ് പോലെ, ലൈക്ക് പ്യൂർ ഊദ്. I think there's some jasmine in it somewhere, but pure Arabi scent ആണിത്. ലൈക്ക് അത്ര മാറി നിന്ന് കുമ്പിട്ടിരിക്കും, അതുപോലുള്ളൊരു പെർഫ്യൂമാണിത്. ഐ ലവ് ഇറ്റ് ആൻഡ് ഇറ്റ്സ് വെരി ലോങ് ലാസ്റ്റിംഗ്, ഇറ്റ്സ് വെരി സെക്സി, ഇറ്റ്സ് വെരി ലൈക്ക് ഡാർക്ക് ഫെമിനിൻ എനർജി പോലുള്ളൊരു പെർഫ്യൂമാണിത്. ഐ തിങ്ക് ദിസ് ഇസ് എൻ അമേസിംഗ് വൺ ടു ഗിഫ്റ്റ്. ഇപ്പോൾ അത് തിരിച്ച് ഇൻ സ്റ്റോക്ക് വന്നോന്ന് എനിക്കറിയത്തില്ല, കിട്ടാൻ കുറച്ച് പാടായിരിക്കും, കുറച്ച് എക്സ്പെൻസീവും ആണ്, ബട്ട് ഇറ്റ്സ് അമേസിംഗ് ആൻഡ് ഐ ഡെഫിനറ്റ്ലി റെക്കമെൻഡ്. നല്ലൊരു എൻഡിങ് ആയി. എൻ്റെ ഫേവറേറ്റ് കാണിച്ചു. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ്സാണ്, പക്ഷെ ഞാൻ മറ്റേ വീഡിയോയിൽ ഇട്ടില്ല. ഐ തിങ്ക് ദോസ് വർ ലൈക്ക് ജസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ചാടി എടുത്ത് കാണിക്കാൻ തോന്നിയതാന്നേ ഉള്ളൂ. ഇതും എൻ്റെ ഫേവറേറ്റ്സ് ഒരുപാട് എണ്ണം ഉണ്ട് ഈ ഒരു വീഡിയോയിൽ. എൻ്റെ ഒത്തിരി ഫേവറേറ്റ്സ് ഉണ്ട് ഈ ഒരു വീഡിയോയിലും. ബട്ട് എനിവേ,
ദോ ദാറ്റ്സ് മൈ പെർഫ്യൂം കളക്ഷൻ പാർട്ട് 2. ഇനി ഈ പെർഫ്യൂംസ് എല്ലാം ഉണ്ട്. ഒരു ബോക്സ് ഡ്യൂപ്സ് എനിക്ക് അപ്പുറത്തെ മുറിയിലുണ്ട്. പിന്നെ എനിക്ക് ഈ ഒരു പെട്ടിക്കകത്ത് എൻ്റെ മിനി പെർഫ്യൂംസ് എല്ലാം ഉണ്ട്. എൻ്റെ അത്തറുകളുണ്ട്. എൻ്റെ ഇതിനകത്ത് എൻ്റെ സാമ്പിൾ പെർഫ്യൂംസ് ഉണ്ട്. അങ്ങനെ ഇനിയുമുണ്ട്. അതൊക്കെ എന്തെങ്കിലും ഒരു ദിവസം പിന്നൊരു ദിവസം എനിക്ക് ചാൻസ് കിട്ടുമ്പം അതിനു വേണ്ടിയുള്ളൊരു വീഡിയോ അല്ലാതെ ചുമ്മാ ഒരു വ്ളോഗ് ചെയ്യുമ്പം ഞാനിങ്ങനെ വന്നിരുന്ന് വീടെടുത്തേ മോനെ പറയാം. അതുപോലെ അതിൻ്റെ കൂടെ ഞാൻ വാനിറ്റി ടൂറും ചെയ്യാം. സോ ഹോപ്പ്ഫുള്ളി ഈ ഒരു വീഡിയോയിലൂടെ കുറച്ചുകൂടെ നല്ല നല്ല ഫ്രേഗ്രൻസസ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടാൻ പറ്റി. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ, ഞാൻ ഇനി ഏത് പെർഫ്യൂം മേടിക്കണം എന്നുള്ളതിൽ സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനോട് പറയണം. പേഴ്സണലി ഞാൻ ഇനി എൻ്റെ കണ്ണ് വെച്ചിരിക്കുന്നത് സെർജോഫിൻ്റെ നാക്സോസിലും നിഷൈൻ്റെ അനി എന്ന് പറഞ്ഞൊരു പെർഫ്യൂമും 2 പെർഫ്യൂം നീഷ് പെർഫ്യൂംസ് ഉണ്ട്. അതിലാണ് എൻ്റെ കണ്ണിപ്പോൾ അടക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് ഞാൻ അതായിരിക്കും മേടിക്കുന്നത്. അത് മേടിക്കുവാണെങ്കിൽ അതിൻ്റെ അൺബോക്സിങ് നിങ്ങളുടെ കൂടെ ചെയ്യാൻ I'd be super happy. So yeah, if you guys have any suggestions, any comments, any opinions, if you guys want a part 3, because I have more perfumes, let me know. And yeah, so I hope you have an amazing day. If you haven't subscribed, subscribe. If you haven't liked, like. And if you haven't shared to your family and your friends yet, share. Until we meet again in another vlog, Takare Oma. Bye.